ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗത്തിന്റെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മുടെ രാഹുലിനെ ആ കാട്ടിൽ അങ്ങനെ ഉപേക്ഷിച്ച് കിരണും രതീഷും അതുപോലെ തന്നെ നമ്മുടെ വേലുവും കൂടി അവിടെ നിന്നും പോരുകയാണ്. വന്യമൃഗങ്ങൾ വരുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ വേലു പറയുന്നുണ്ട്, ഇവന്റെ കാര്യത്തിൽ സാറ് സംശയിക്കേണ്ട, ഇവനെ എന്തായാലും അവരെല്ലാവരും കടിച്ചു കീറുമെന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഇവന്റെ മരണം അങ്ങനെ തന്നെ ആയിരിക്കും. ഇനി ഒരു പക്ഷേ ഇവൻ മരിച്ചില്ല എങ്കിലും ഞാനും ഇവിടെ കുറച്ച് ചെറുപ്പക്കാരുണ്ട്, അവരെല്ലാവരും ചേർന്ന് ഇവനെ തല്ലിക്കൊന്നോളാം സാറ് ഒന്നുകൊണ്ടും പേടിക്കേണ്ട, സാറ് ധൈര്യമായിട്ട് പൊക്കോ എന്ന് പറഞ്ഞിട്ടാണ് വേലു നമ്മുടെ കിരണിനെ നാട്ടിലോട്ട് അയക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ ഈ പറയുന്ന പ്രകാശൻ തൻ്റെ മകൾക്ക് വേണ്ടി കാവലങ്ങനെ നിൽക്കുകയാണ്. പ്രകാശൻ സ്വസ്ഥതയില്ല, സമാധാനവും ഇല്ല. അങ്ങനെ മകൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചതിൽ വിഷമിച്ച് കാദംബരി പറയുന്നുണ്ട്, അച്ഛൻ ഇങ്ങനെ വിഷമിച്ച് നിന്നിട്ടൊന്നും കാര്യമില്ല, അച്ഛൻ വീട്ടിലോട്ട് പോക്കോ, അവൾക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല, അപ്പം ഇവിടെ ആരെങ്കിലും വേണ്ട മോളെ എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് സാരില്ല, ഞാനുണ്ടല്ലോ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ വിളിച്ചോളാം എന്ന് പറഞ്ഞിട്ട് നമ്മുടെ പ്രകാശിനെയും അതുപോലെ കാർത്തികയെയും വീട്ടിലോട്ട് പറഞ്ഞു വിടുകയാണ്. ഐസിയുവിൻ്റെ മുന്നിൽ നിൽക്കുന്ന നമ്മുടെ കാദംബരി തന്നെയാണ്. അതിനുശേഷമാണെങ്കിൽ കാദംബരിയുടെ അരികിലേക്കായിട്ട് കിരൺ എത്തുകയാണ്, ഹോസ്പിറ്റലിലേക്ക് എത്തുകയുന്നുണ്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ എത്തുന്ന കാദംബരി ചോദിക്കുന്നുണ്ട്, കിരൺ സാർ എവിടെയായിരുന്നു എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ രതീഷും ഉണ്ട് കൂടെ. അങ്ങനെ ആ സമയത്ത് പറയുന്നുണ്ട്, എന്തായാലും അവൻ എൻ്റെ ഭാര്യയെ കൊല്ലാൻ നോക്കി ആ ബഗാസുരനെ അവനെ കാണാൻ വേണ്ടി പോയതാണ്, എന്നിട്ട് എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഒന്നും ആവാനില്ലേ കാദംബരി, അവൻ എന്തായാലും അവന് കൊടുക്കേണ്ട ശിക്ഷ തന്നെ കിട്ടിയിട്ടുണ്ട്. അവന്റെ മരണം ഉറപ്പിച്ച് ഇനി അവൻ ഒരാളെയും ശല്യം ചെയ്യാൻ ഉപദ്രവിക്കാൻ അവന്റെ കൈ പൊങ്ങില്ല, അതിന് വേണ്ട കാര്യങ്ങൾ ഞങ്ങൾ ചെയ്തിട്ട് തന്നെയാണ് വരുന്നത് എന്നിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അതിനുശേഷം കല്യാണിയെ കാണാൻ വേണ്ടി, കല്യാണിക്ക് ബോധം തെളിഞ്ഞിരുന്നു, അച്ഛൻ അറിഞ്ഞിരുന്നു, അച്ഛൻ ഇവിടേക്ക് വന്ന് കല്യാണിയെ കണ്ടിട്ടാണ് പോയത് എന്നുള്ള കാര്യമൊക്കെ നമ്മുടെ പറയുന്നുണ്ട് കാദംബരി. അപ്പം അത് കേൾക്കുന്ന അവര് വേഗം തന്നെ കല്യാണിയെ കാണാൻ വേണ്ടി കിരൺ കയറുകയാണ്. അങ്ങനെ കല്യാണി കിരണിനെ നോക്കി കണ്ണു തുറന്ന് നോക്കി സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് കിരണേട്ടൻ എവിടെയായിരുന്നു ഇതുവരെ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അവൻ്റെ ജീവൻ എടുക്കാൻ വേണ്ടി പോയതാണ് കല്യാണി, അവൻ ഇനി എന്തായാലും ജീവനോടെ ഉണ്ടാകില്ല, എൻ്റെ കല്യാണിയെ കുത്തി അവൻ ഇനി ഒരിക്കലും ജീവിക്കില്ല, അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്, നാളെ അറിയാം എന്താവും എന്നുള്ളതൊക്കെ ഇങ്ങനെ പറയുന്നു. അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെ എങ്ങനെയുണ്ടെന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ കുഴപ്പമൊന്നുമില്ല കിരണേട്ട, എന്തോ ഇപ്പം പെയിൻ കില്ലറൊക്കെ കഴിക്കുന്നത് കൊണ്ട് തന്നെ വേദന കാര്യങ്ങളൊന്നും അറിയുന്നില്ല, ഇനി ഇത് കഴിയുമ്പോഴാണ് അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞ് നിൽക്കുകയാണ്. അങ്ങനെ അതിന് ശേഷമാണെങ്കിൽ നമ്മുടെ പ്രകാശൻ നിൽക്കുകയാണ്. അപ്പൊ പ്രകാശനും ഇത് മകളുടെ കാര്യം ആലോചിച്ച് ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട്. അതിലേറെ രാഹുലിനോടുള്ള ദേഷ്യവുമായിട്ടാണ് ആ മുഖത്ത് അങ്ങനെ പ്രതിഫലിച്ച് നിൽക്കുകയാണ്. അങ്ങനെ രാഹുലിനോട് അവൻ ഒരിക്കലും ജീവിച്ചിരിക്കരുത്, അവന്റെ മരണവാർത്ത എനിക്ക് കേൾക്കണം, എന്നാൽ മാത്രമേ എനിക്കൊരു സന്തോഷമാവുകയുള്ളൂ, എനിക്കൊരു ആശ്വാസമാവുകയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ പ്രകാശൻ അങ്ങനെ പറഞ്ഞ് കാർത്തികയോടും ലക്ഷ്മി അമ്മയോടും ഒക്കെ പറഞ്ഞങ്ങനെ നിൽക്കുകയാണ്. എന്തായാലും അതിനുശേഷമാണെങ്കിൽ നമ്മുടെ താരയ്ക്ക് കല്യാണി ഇങ്ങനെ കുത്തേറ്റ് ആശുപത്രിയിലാണെന്ന് അറിഞ്ഞതിന് ശേഷം താരയ്ക്ക് ഭയങ്കര സങ്കടമോ കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് സരയു വരുന്നുണ്ട്. അപ്പോൾ സരയുവിനോട് ചോദിക്കുന്നുണ്ട്, മോളുടെ അച്ഛനാണോ കല്യാണി മോളെ കുത്തിയത് എന്ന് ചോദിക്കുന്നുണ്ട്, മോൾക്ക് വേണ്ടിയിട്ട് ചെയ്തതാണോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സരയു പറയാണ്, അങ്ങനെ എനിക്ക് വേണ്ടിയിട്ടാണോ ചെയ്തതെന്നൊക്കെ എനിക്കെങ്ങനെ അറിയാം, ഞാൻ അയാളുമായിട്ട് യാതൊരു ബന്ധവുമില്ല, അച്ഛന് എന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ട് ഇനിയിപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അച്ഛൻ അവളെ കുത്തിയതാണോ എന്നൊന്നും എനിക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ സരയു കൈ മലർത്തുകയാണ്. എന്തായാലും സരയുന് നല്ല സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. അവളുടെ കാര്യങ്ങളൊക്കെ കൂടുതൽ ക്രിട്ടിക്കൽ ആവണം എന്നൊക്കെ ഉള്ളൊരു സന്തോഷത്തിൽ അങ്ങനെ നിൽക്കുകയാണ്. പക്ഷേ നമ്മുടെ താരയ്ക്കാണെങ്കിൽ ഇവളുടെ ഓരോ പ്രവൃത്തിയിലും വേദന സഹിക്കാൻ പറ്റാതെ അവൻ എങ്ങനെയെങ്കിലും ഇവളുടെ ഈ പ്രവൃത്തി അവസാനിപ്പിക്കണം എന്നൊരൊറ്റ മനസ്സുമായിട്ടുമാണ് താരയും നിൽക്കുന്നത്. അങ്ങനെ അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഇവൻ വിളിക്കുന്നുണ്ട്, വേലു വിളിക്കുകയാണ്. വേലു വിളിച്ചിട്ട് പറയുന്നുണ്ട്, സാറേ നമ്മൾ വിചാരിച്ച പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്, വന്യമൃഗങ്ങൾ അവനെ കടിച്ചു കീറി അവൻ്റെ ബോഡി ഇവിടെ കിടക്കുന്നുണ്ട് എന്ന് പറയുകയാണ്. എന്തായാലും ഫോറസ്റ്റുകാർ അവരൊക്കെ കണ്ടെത്തിയിട്ട് ആ ബോഡി എന്തായാലും കൃത്യസ്ഥലത്ത് തന്നെ എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ചെയ്യുന്നുണ്ട് നമ്മുടെ കിരൺ. അങ്ങനെ ഈ പറയുന്ന സരയു രൂപയുടെ വീട്ടിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ സമയത്ത് ശാരിയുണ്ട് അവിടെ. അങ്ങനെ അവർ കിരണും അവിടേക്ക് വരികയാണ്.
അപ്പൊ കല്യാണിക്ക് ഇങ്ങനെ പറ്റിയതിലൊക്കെ വലിയ സങ്കടമൊക്കെ അഭിനയിച്ച് നിൽക്കുന്നുണ്ട് സരയു. അങ്ങനെ കിരൺ വന്നിട്ട് അച്ഛനോടും അമ്മയോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. അയാള് ബഗാസുരനാണ് എൻ്റെ കല്യാണിയെ കൊത്തിയത്, അതുകൊണ്ട് തന്നെ അവൻ ഇനി ഒരിക്കലും ജീവിച്ചിരിക്കരുത്. അവനെ ഞാൻ വേണ്ടത് കൈകാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അവന്റെ ബോഡി അല്പസമയത്തിനുള്ളിൽ ഇവിടെ എത്തും അമ്മ അച്ഛ എന്നിങ്ങനെ പറയുകയാണ്. അപ്പൊ സരയുവിനൊന്നും അതൊന്നും അറിയില്ല. അങ്ങനെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഒരു ആംബുലൻസ് അങ്ങോട്ട് വരികയാണ്. അപ്പൊ ആംബുലൻസ് വരുന്ന കാണുമ്പോൾ സരയുവും ശാരിയും ഒന്ന് സംശയിക്കുന്നുണ്ട്, എന്താണ് എന്നറിയാത്ത. പക്ഷേ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ അറിയാം. അങ്ങനെ അതിനുശേഷം ആംബുലൻസിന്റെ അരികിലേക്ക് സരയും ശാരിയും അങ്ങനെ ചെല്ലുകയാണ്. അതിൻ്റെ ഉള്ളിൽ നിന്ന് കൊണ്ടുവരുന്ന ബോഡി കണ്ട് അവർ ഞെട്ടിപ്പോകുന്നുണ്ട്. അങ്ങനെ അച്ഛനോടുള്ള വെറുപ്പ് ആ സമയത്ത് ഇവരോടൊക്കെ അഭിനയിച്ച് നിൽക്കലായിരുന്നു. പക്ഷേ സരയുവിൻ്റെ കണ്ണിൽ നിന്ന് കണ്ണുനീരിങ്ങനെ പൊട്ടി ഒഴുകുകയാണ്. അതുപോലെ തന്നെ വാവിട്ട് കരയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനുശേഷം നമ്മുടെ സരയു തനിക്ക് വേണ്ടിയിട്ട് തൻ്റെ അച്ഛൻ തൻ്റെ ജീവൻ കളഞ്ഞു എന്ന് ആലോചിച്ച് ആകെ വിഷമിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ ഇനി ഒരിക്കലും അവരോടൊന്നും പൊറുക്കില്ല. കൂടുതൽ വൈരാഗ്യം ഉണ്ടാകുകയാണ് അവളുടെ മനസ്സിലോട്ട്. അതിന് വേണ്ടിയിട്ട് വീണ്ടും സ്നേഹം നടിച്ച് അവരുടെ കൂടെ തന്നെ നിൽക്കുകയും അതുപോലെ തന്നെ കല്യാണിയെ അപകടപ്പെടുത്താൻ വേണ്ടി ആശുപത്രിയിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ കല്യാണിയെ അപകടപ്പെടുത്താനൊന്നും അവർക്ക് സാധിക്കുന്നില്ല. അവര് അതിന് വേണ്ടിയിട്ടുള്ള കരുതലുകളും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. അവളെ അങ്ങനെ അപകടപ്പെടുത്താൻ വരുന്ന സരയുവിനെ തല്ലി ചതയ്ക്കുകയും അതുപോലെ തന്നെ എന്തിനാ അവൾ ഈ പ്രവൃത്തി ചെയ്യാൻ ശ്രമിച്ചു, അപ്പൊ ഇത്രയും നാളും അവൾ അഭിനയിച്ചു നിൽക്കുകയായിരുന്നു എന്ന് കിരണും കൂട്ടരൊക്കെ അറിയുന്നുണ്ട്. അതുപോലെ തന്നെ താര എല്ലാ സത്യങ്ങളും തുറന്ന് പറയുകയാണ്. ഇവളുടെ മനസ്സിൽ ഇങ്ങനെ കിരണിനെ കിട്ടാനെന്ന് ആഗ്രഹമുണ്ടായിരുന്നു, അതുകൊണ്ട് വേണ്ടിയിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്നുള്ള കാര്യങ്ങളൊക്കെ പറയുമ്പോൾ എല്ലാവരും അവളെ വെറുത്തു പോവുകയാണ്. അങ്ങനെ അവളെ ആ വീട്ടിൽ നിന്ന് വരെ അടിച്ചിറക്കുന്നുണ്ട്. ഇനി പിന്നെ കമ്പനിയിൽ നിന്നും വീട്ടിൽ നിന്നൊക്കെ അടിച്ചിറക്കുകയാണ്. അവൾക്ക് വീണ്ടും ഒരു ജീവിക്കാനുള്ളൊരു അവസരം ഇല്ലാതാക്കുകയാണ് എല്ലാവരും കൂടി ചെയ്യുന്നത്. എന്തായാലും തെറ്റ് ചെയ്തവർക്കെല്ലാം തന്നെ ശിക്ഷ നടപ്പിലാക്കുകയാണ് അവർ. ഇനി ഒരിക്കലും ഇവർക്കൊക്കെ ഒരുപാട് താക്കീതും ഒരുപാട് ക്ഷമിച്ചതൊക്കെയാണ് എല്ലാവർക്കും വേണ്ടിയിട്ട്. പക്ഷെ എന്നിട്ടും അവർ കൂടുതൽ ഉപദ്രവകാരി ആവുമ്പോൾ അപ്പോൾ പിന്നെ അവരെ വെറുത്തു പോവുകയാണ്. അവർക്ക് വേണ്ട കർശന നടപടികൾ തന്നെ അങ്ങനെ അവരെടുക്കുകയും ചെയ്യുകയാണ്. അപ്പൊ ഇതിന്റെ ഇടയിൽ രാഹുൽ മരണപ്പെട്ട കാര്യങ്ങൾ ജയിലിലോട്ട് അറിയുകയാണ് നമ്മുടെ മനോഹർ ആയാലും വിക്രവും ആയാലും. അപ്പൊ മനോഹറിന് ഒരുപാട് സന്തോഷമാവുന്നുണ്ട്. അതുപോലെ തന്നെ വിക്രത്തിന് അത് വിഷമമാവുകയാണ്. അങ്ങനെ വിക്രത്തിന് ഇതുപോലെ പരോള് കിട്ടുന്നുണ്ട്. പരോളിൽ ഇറങ്ങുന്ന വിക്രമാണെങ്കിൽ വീണ്ടും തന്റെ പെങ്ങന്മാർക്കെതിരെ ആഞ്ഞടിക്കാൻ വേണ്ടി തന്നെയാണ് പുറത്തിറങ്ങുന്നത്. അതിന് വേണ്ടിയിട്ട് അവരെ അപകടപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തൻ്റെ മക്കളെ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് പ്രകാശനാണ് മുന്നിൽ നിൽക്കുന്നത്. അതുപോലെ തന്നെ ഇത്രയും നാളും തൻ്റെ കൈകൊണ്ട് തഴുകി വളർത്തിയ തൻ്റെ മകനെ തല്ലി ആ നല്ല ശിക്ഷ തന്നെയാണ് നമ്മുടെ വിക്രത്തിന് കൊടുക്കുന്നത്. സ്വന്തം പെറ്റമ്മയെ കാണാൻ വരാത്തതിലും അതുപോലെ തന്നെ വയ്യാതെ കിടക്കുന്ന അച്ഛനെ ഉപേക്ഷിച്ച് പോയ മകനെ അതുപോലെ പെങ്ങന്മാരെ എത്രയൊക്കെ സഹായിച്ചിട്ടും ആ പെങ്ങന്മാരെ ഇവൻ വീണ്ടും ദ്രോഹിക്കുകയാണ്. അതുകൊണ്ട് വിക്രത്തിന്റെ അന്ത്യം പ്രകാശന്റെ കൈകൊണ്ട് തന്നെയായിരിക്കും. അങ്ങനെയൊക്കെ ഒരു ഭാഗമാണ് എന്തായാലും കാണാൻ പോകുന്നത്. എന്തായാലും മൗനരാഗത്തിന്റെ ക്ലൈമാക്സ് ഭാഗമാണ് വരാൻ പോകുന്നത്. നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ ഫ്രണ്ട്സ്, ബൈ, താങ്ക് യു.